പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളൊരു പരീക്ഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. വാട്സാപ്പിലൂടെയാണ് നമ്മൾ പരീക്ഷണത്തിന് വിധേയരാകുന്നത്. വാട്സാപ്പ് ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് അവരുടെ ജനന തീയതി ചേർക്കാൻ അനുവദിക്കുന്ന പുതിയൊരു ഫീച്ചർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് വരാനിരിക്കുന്ന ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമത്തിന്റെ ഭാഗമായി ഉപയോക്താക്കളുടെ പ്രായം സ്ഥിരീകരിക്കലാണ് ലക്ഷ്യം. ഉപയോക്താവ് 18 വയസ്സിൽ താഴെയാണോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പ്രായം സ്ഥിരീകരിക്കുന്ന നടപടികൾക്കായാണ് വാട്സപ്പ് ഈ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വകാര്യതയെക്കുറിച്ചൊക്കെയുള്ള സംശയം ഉയരാം. അതിന് അടിസ്ഥാനമുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. വാട്സപ്പിന്റെ ഏറ്റവും വലിയ വിപണിയാണ് നമ്മുടെ രാജ്യം. വാട്സപ്പിന്റെ എന്നല്ല, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും ഏറ്റവും വലിയ വിപണിയാണ് 140 കോടിയിലധികം ജനങ്ങളുള്ള നമ്മുടെ രാജ്യം. ഇന്ത്യയിൽ വാട്സപ്പിന് 60 കോടിയിലധികം ഉപയോക്താക്കളുണ്ട്. ഉപയോക്താക്കൾക്ക് അവരുടെ ജനന തീയതി ചേർക്കാൻ അനുവദിക്കുന്ന പുതിയൊരു ഫീച്ചർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വാട്സപ്പ്. അടുത്തിടെ ചില ഉപയോക്താക്കളുടെ ആപ്പിൽ മുകളിൽ പ്രത്യക്ഷപ്പെട്ടതായി പ്രചരിച്ച സ്ക്രീൻഷോട്ടുകളിൽ ഒരു സന്ദേശമുണ്ടായിരുന്നു: നിങ്ങളുടെ ജനന തീയതി ചേർക്കുക. രാജ്യത്തെ വരാനിരിക്കുന്ന നിയമങ്ങൾ പ്രകാരം നിങ്ങളുടെ പ്രായം ചോദിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമാണ് ഇത് എന്ന് വാട്സപ്പ് തന്നെ വിശദീകരിക്കുന്നു. ഇന്ത്യയിൽ വരാനിരിക്കുന്ന ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമത്തിന്റെ ഭാഗമായി ഉപയോക്താക്കളുടെ പ്രായം സ്ഥിരീകരിക്കാനുള്ള പുതിയ ഫീച്ചറുകളാണ് പരീക്ഷിക്കുന്നതെന്ന് വാട്സപ്പ് അറിയിച്ചു. നിലവിൽ ഇത് നിർബന്ധമല്ല എന്നും ഉപയോക്താക്കളുടെ പ്രായം സംബന്ധിച്ച വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കുമെന്നും വാട്സപ്പ് വ്യക്തമാക്കി. കുട്ടികളുടെ വ്യക്തിഗത ഡേറ്റ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ നിയമത്തിലെ ഒരു വ്യവസ്ഥ പ്രകാരം ഉപയോക്താവ് 18 വയസ്സിൽ താഴെയാണോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പ്രായ സ്ഥിരീകരിക്കാനുള്ള നടപടികൾ ആവശ്യമാണ്. DPDP നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വ്യക്തിവിവരങ്ങൾ ശേഖരിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും മാതാപിതാക്കളുടെയോ നിയമപരമായ രക്ഷിതാക്കളുടെയോ അനുമതി നിർബന്ധമാണ്. കുട്ടികളെ ലക്ഷ്യമാക്കിയുള്ള പരസ്യങ്ങൾ, ട്രാക്കിംഗ്, ഡേറ്റ ദുരുപയോഗം ചെയ്യൽ എന്നിവ കർശനമായി വിലക്കിയിട്ടുമുണ്ട്. നിയമം പൂർണ്ണമായും നടപ്പാക്കുന്നതിന് മുൻപ് സിസ്റ്റം സജ്ജമാക്കാനാണ് വാട്സപ്പ് ഇപ്പോൾ പ്രായം ചോദിച്ചുകൊണ്ടുള്ള പോപ്പപ്പ് സന്ദേശങ്ങൾ ഉപയോക്താക്കൾക്ക് നൽകി തുടങ്ങിയിരിക്കുന്നത്. പുതിയ പ്രായ സ്ഥിരീകരണ സംവിധാനം ഇപ്പോൾ ഒരു ഓപ്ഷണൽ പരീക്ഷണം മാത്രമാണ്. ഉപയോക്താക്കൾക്ക് വാട്സപ്പ് തുടർന്നും ഉപയോഗിക്കാൻ പ്രായം സ്ഥിരീകരിക്കേണ്ടതില്ല എന്നതാണ് കമ്പനി അറിയിക്കുന്നത്. ഇത് വാട്സപ്പ് പ്രവർത്തിക്കുന്ന രീതിയെയോ നിങ്ങളുടെ ഉപയോഗ അനുഭവത്തെയോ മാറ്റില്ല എന്നും കമ്പനി പറയുന്നുണ്ട്. ഒരാളുടെ പ്രായവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സ്വകാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. അത് മറ്റു വാട്സപ്പ് ഉപയോക്താക്കളുമായി തങ്ങൾ പങ്കുവെക്കില്ല എന്നതാണ് വാട്സപ്പ് നൽകുന്ന ഉറപ്പ്, മെറ്റ നൽകുന്ന ഉറപ്പ്. ഏത് ഘട്ടത്തിലാണ് ഈ പരീക്ഷണം എന്നതുകൂടി നോക്കിയാൽ ഇതൊരു സംഘർഷത്തിന്റെ സമയത്താണ് പുതിയ ഫീച്ചറിന്റെ പരീക്ഷണം നടക്കുന്നത്. ഇന്ത്യൻ സർക്കാരുമായുള്ള മെറ്റയുടെ ബന്ധത്തിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ബുധനാഴ്ച പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിയന്ത്രിച്ചതിന് മെറ്റ അധികൃതരോട് ക്ഷമാപണം നടത്താൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് മെറ്റ അധികൃതർ ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. നേരത്തെ ഫോൺ നമ്പർ പങ്കിടാതെ ആളുകളുമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന യൂസർ നെയിം ഫീച്ചർ അവതരിപ്പിക്കാൻ വാട്സപ്പ് പദ്ധതിയിട്ടിരുന്നു. ഇതിന്റെ പ്രാരംഭ നടപടികളും തുടങ്ങി. എന്നാൽ ഇത് തൽക്കാലം വേണ്ട എന്ന ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകി. വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നതിനും തട്ടിപ്പുകൾക്കും കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര IT മന്ത്രാലയമാണ് വാട്സപ്പിന് നോട്ടീസ് അയച്ചത്. വ്യാജ വ്യക്തിത്വം സൃഷ്ടിക്കൽ, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തുടങ്ങിയ ആശങ്കകളാണ് കാരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നത്. സർക്കാരുമായുള്ള ചർച്ചകൾ പൂർത്തിയാകുന്നതുവരെ ഈ ഫീച്ചർ ഇന്ത്യയിൽ അവതരിപ്പിക്കില്ല എന്നാണ് വാട്സപ്പ് ഉറപ്പു നൽകിയിരിക്കുന്നത്. വാട്സപ്പിന് പുറമെ ടെലഗ്രാം, സിഗ്നൽ തുടങ്ങിയ മറ്റ് മെസ്സേജിംഗ് ആപ്പുകൾക്കും യൂസർ നെയിം ഫീച്ചറിലെ തട്ടിപ്പുകൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് IT മന്ത്രാലയം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ലോകത്തെമ്പാടുമുള്ള നിരവധി സർക്കാരുകൾ 16 വയസ്സിൽ താഴെയുള്ളവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുകയോ നിരോധിക്കുകയോ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം വിലക്കിയ ലോകത്തെ ആദ്യ രാജ്യമാണ് ഓസ്ട്രേലിയ. വലിയ ചർച്ചകൾക്ക് ഇത് വഴിവെച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ അത് വിശദമായി തന്നെ കണ്ടതാണ്. 2025 ഡിസംബറിൽ വിലക്ക് ഓസ്ട്രേലിയയിൽ നിലവിൽ വന്നു. എന്നാൽ ഓസ്ട്രേലിയ പോലുള്ള ചില രാജ്യങ്ങളുടെ നിയമങ്ങളിൽ വാട്സപ്പിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. 16 വയസ്സിൽ താഴെയുള്ള എല്ലാവർക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും അതിൽ നിന്ന് ഓസ്ട്രേലിയ വാട്സപ്പിനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. ഓസ്ട്രേലിയയ്ക്ക് പിന്നാലെ മറ്റ് ചില രാജ്യങ്ങളും സമാനമായ വിലക്കുകൾ ആലോചിച്ചു. UK-യിൽ ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്, ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ
2027 മുതൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് വിലക്ക് ഏർപ്പെടുത്താൻ സർക്കാർ പദ്ധതിയിട്ടിരുന്നു. അവിടെയും വാട്സപ്പിനെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോൾ പ്രായപരിധി വാട്സപ്പിന് പ്രായപരിധി നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതിന്റെ പ്രാരംഭ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളാണ് വാട്സപ്പും നടത്തുന്നത്. നമ്മുടെ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കുട്ടികളുടേതെന്ന് മാത്രമല്ല, മുതിർന്നവർക്കും വലിയ രീതിയിലുള്ള അഡിക്ഷൻ ഇതുമായൊക്കെ ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും ശരിയായ വിധത്തിലുള്ള നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടത്. അതിന് ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ഉണ്ടാകരുത്, സ്വകാര്യതയുടെ ലംഘനം ഉണ്ടാകരുത്. എന്തായാലും ആ നിർദ്ദേശങ്ങൾ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിയന്ത്രണങ്ങളായാലും നിർദ്ദേശങ്ങളായാലും നടപ്പിലാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.